കേരളക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുട്ടിൽ മരമുറി കേസിലെ തടികൾ കണ്ടുകെട്ടിയതിനെതിരായ ഇടക്കാല സ്റ്റേ 2 വർഷമായിട്ടും നീങ്ങിയില്ല. വനംവകുപ്പ് കോടതിയിൽ വാദം പറയാത്തതാണ് കാരണമെന്നാണ് വിമർശനം. എന്നാൽ പ്രതികൾ മനഃപൂർവ്വം ഹർജികൾ നൽകി നടപടികൾ വൈകിപ്പിക്കുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ വിശദീകരണം. 2022 ജൂണിലാണ് മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർ വയനാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇടക്കാല സ്റ്റേ നേടിയത്. മുറിച്ചു കടത്തിയ 104 ഈട്ടി മരങ്ങൾ വനം വകുപ്പ് കണ്ടുകെട്ടിയ നടപടിക്ക് എതിരായിരുന്നു ഇടക്കാല സ്റ്റേ. മരങ്ങളുടെ ഉടമസ്ഥത അവകാശപ്പെട്ടും പ്രതികൾ ഹർജി നൽകി. എന്നാൽ വനം വകുപ്പ് കൃത്യമായി വാദം പറയാത്തതിനാൽ കേസ് നീണ്ടുപോയി എന്നാണ് വിമർശനം. നാളെ ഹർജികൾ വീണ്ടും കോടതി പരിഗണിക്കും. നിർബന്ധമായും വാദം പറയണമെന്നാണ് പ്രോസിക്യൂഷൻ നൽകിയ നിർദ്ദേശം. വാദം പറഞ്ഞ് ഇടക്കാല സ്റ്റേ നീങ്ങിയാൽ മരങ്ങൾ ലേലം ചെയ്തതടക്കം തുടർ നടപടികൾ വനം വകുപ്പിന് സ്വീകരിക്കാം. കൂപ്പാടിയിലെ ഡിപ്പോയിലാണ് തടികൾ സൂക്ഷിച്ചിരിക്കുന്നത്. വെയിലും മഴയും ഈർപ്പവും കൊണ്ട് മരങ്ങൾ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. നടപടികൾ നീണ്ടാൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാകും. റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് അനുസരിച്ചാണ് മരങ്ങൾ മുറിച്ചതും വാങ്ങിയതും. അതിനാൽ ഉടമസ്ഥത താങ്കൾക്കാണെന്നാണ് പ്രതികൾ അവകാശപ്പെടുന്നത്. പക്ഷേ കാലപ്പഴക്കവും DNA-യും പരിശോധിച്ചപ്പോൾ 570 വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് പ്രതികൾ മുറിച്ചു കടത്തിയതെന്ന് വ്യക്തമായി. പട്ടയഭൂമി ഇല്ലാത്തതിനാൽ മരങ്ങളെല്ലാം സർക്കാരിലേക്ക് നിക്ഷിപ്തവുമാണ്. ഈ വാദം നിരത്തിയാൽ ഇടക്കാല സ്റ്റേ നീങ്ങുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. സ്റ്റേ നീങ്ങാത്തതിന്റെ ഗുണം കിട്ടുക പ്രതികൾക്ക് എന്നതാണ് മറുവശം. എന്നാൽ മരം ലേലം ചെയ്യാൻ അനുമതി തേടി വനംവകുപ്പ് പുതിയ ഹർജി നൽകുകയാണ് ഉണ്ടായത്. KLC പ്രകാരം റവന്യൂ വകുപ്പ് തുടങ്ങിയ പിഴ ചുമത്തൽ നടപടികൾ നിലച്ച മട്ടാണ്. അന്വേഷണം പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചതും മാത്രമാണ് കേസിലെ ഏക പുരോഗതി.